പ്രിയമുള്ളവരെ, പ്രഭാത മനനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ആത്മാർത്ഥമായ പ്രവൃത്തിയുടെ ഫലം നമ്മളെ ചിന്തകൾക്ക് അതീതമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. അത് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്ക് അധികം സന്തോഷമുണ്ട്. കാരണം ഒരിക്കൽ ഗൾഫ് രാജ്യത്ത് ജോലിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പോയി. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു വാച്ച്മാൻ്റെ ജോലിയായി. ഒരു വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അവിടെ ഒരു വാച്ച്മാനായിട്ട് അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. അദ്ദേഹം ജോലിയിൽ ജോയിൻ ചെയ്ത ദിവസം അതിൻ്റെ മുമ്പിൽ ധാരാളം സിമെൻറ്റുകൾ ഇറക്കി വെച്ചിരിക്കുക ആ ബിൽഡിംഗ് പണിക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ മാനേജർ, ഇദ്ദേഹത്തിന് പുതിയമായി അപ്പോയിൻറ്റ് ചെയ്ത ആളാണല്ലോ ഈ മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ആയിരക്കണക്കിന് ചാക്ക് സിമെൻ്റ് ഉണ്ട് അവിടെ. ഇതൊക്കെ നനഞ്ഞ് കട്ടയാവും, ഉപയോഗശൂന്യമാവും. ഇദ്ദേഹത്തിനറിയാം ഇതൊരു ഗ്രാമത്തിൽ നിന്ന് പോയല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ആ മാനേജറെ വിളിച്ചു, ഇങ്ങനെ മഴ വരുന്നുണ്ട് സാറേ, ഇതൊക്കെ നനഞ്ഞു പോകുമല്ലോ. അപ്പോൾ ആ മാനേജർ അദ്ദേഹത്തോട് പറഞ്ഞു, താൻ തൻ്റെ ജോലി എടുത്താൽ മതി, തന്നെ അവിടെ വാച്ച്മാനെ നിർത്തി അത് മാത്രം നോക്കിയാൽ മതി, മറ്റുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തീരെ മനസ്സ് കിട്ടില്ല ഇയാൾ ആത്മാർത്ഥത. ഇത് അവിടെയുള്ള പ്ലാസ്റ്റിക് വലിയ വലിയ ഷീറ്റുകൾ കൊണ്ട് ഈ സിമെൻ്റ് ഇങ്ങനെ നനയാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരും സഹായത്തിനില്ല. അപ്പോൾ ഇതിൻ്റെ ബോസ് അറബി കാറിൽ നിന്നും ദൂരെ നിന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനമാണല്ലോ, അവർക്ക് അതിനുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും, വേദനയുണ്ടാവും. അത് ഈ മനുഷ്യൻ വളരെ സാഹസികമായി ഇത് ഭദ്രമായി, മഴ വന്നുകൊണ്ടിരിക്കുന്നു, പാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മഴ പെയ്യുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് അദ്ദേഹം അവിടെയുള്ള പ്ലാസ്റ്റിക് ഇതുകൊണ്ട് ഭദ്രമായി മൂടി വെച്ചു, മഴ നനയാതെ. അദ്ദേഹം കുറേ നനഞ്ഞു, കഷ്ടപ്പെട്ടു. അദ്ദേഹം മാറി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി റൂമിൽ പോയി. അതിനുശേഷം അറബി അതിൻ്റെ ബോസ് വന്നു, താങ്കൾ ആരാണ്? ഇന്ന് ജോയിൻ ചെയ്ത വാച്ച്മാനാണ്. ഞാനിതിൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മഴ വരുന്നുണ്ട്, എന്ത് ചെയ്യാം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ തൻ്റെ ജോലി ചെയ്താൽ മതി, അതിനെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കണ്ട. അപ്പോൾ അറബി പറഞ്ഞു, നാളെ മുതൽ താനായിരിക്കണം ഇതിൻ്റെ മാനേജർ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല സർ, ഞാൻ ഇത് മാത്രം, എനിക്ക് കാവൽക്കാരനായി നിൽക്കാൻ മാത്രമേ അറിയൂ, ഞാൻ കൃഷിക്കാരനായിരുന്നു. അതൊന്നും വേണ്ടടോ, ഈ ആത്മാർത്ഥതയാണ് പ്രധാനം. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മാനേജറായി ഈ മനുഷ്യനെ നിയമിക്കാം. ഇതാണ് ആത്മാർത്ഥതയുടെ അത്ഭുതം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടെ എന്നും സ്നേഹവും ബഹുമാനവും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ദൈവികമായ ചില അനുഗ്രഹങ്ങൾ നമ്മൾ മുമ്പിൽ വർഷിക്കപ്പെടുന്നു. യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ. എല്ലാവർക്കും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.